ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു. അതായത് റിയൽ നീറ്റ് എക്സാം ആണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെ ഈ മാർക്കായിരിക്കും എൻ്റെ നീറ്റിന് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു. മെയിനായിട്ട് നീറ്റിൻ്റെ സമയത്ത് ടെൻഷൻ ഒഴിവാക്കാൻ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ അതുപോലെ ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അപ്പം ടെൻഷനാണ് ബാക്കിയുള്ള സംഭവം ഡിറ്റർമിൻ ചെയ്യുക. നമ്മുടെ ഇന്നർ വോയിസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സോ ഇറ്റ്സ് ഓൾവേസ് ദെയർ നോ സംതിങ് ലൈക്ക് ഓക്കെ ഈസ് ഇറ്റ് ഇനഫ്, ഇത് നടക്കുമോ, അല്ലെങ്കിൽ ബാക്കി നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് പല കോഴ്സിന് പഠിക്കാൻ പോയിട്ടുണ്ട്, ഫാമിലി പ്രഷർ. സോ ഈ ഇന്നർ വോയിസിന് എങ്ങനെ കൺട്രോൾ ചെയ്തു? മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നീറ്റ് എഴുതുന്നതാണെന്ന് ഉള്ളത് ഞാൻ ഇമാജിൻ ചെയ്യുമായിരുന്നു. ഓക്കെ, ഇത് റിയൽ നീറ്റ് എക്സാം ആണ്, ഇത് നീറ്റിന് പോവാണ്. ആ രീതിയിൽ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ലാസ്റ്റത്തെ മോക്ക് ടെസ്റ്റ് ഒക്കെ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ആ ടൈം തന്നെ 1 മണിയാകുമ്പോൾ എക്സാമുകളെ കയറി ഇരിക്കുക. അതായത് റിയൽ നീറ്റ് എക്സാം ആണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെ ഈ മാർക്കായിരിക്കും എൻ്റെ നീറ്റിന് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ ഓരോ ക്വസ്റ്റിനും വേറെ ഒന്നും മൈൻഡിൽ വരരുത്, ക്വസ്റ്റിനിൽ തന്നെ മാക്സിമം ഫോക്കസ് കൊടുക്കുക. ആ ഫോക്കസ് ഞാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് വന്നത്. നീറ്റ് എക്സാമുകളിൽ മെയിനായിട്ട് ഉണ്ടാവുന്നത് ഇത് വെച്ചാൽ ഈ ഇൻവിജിലേറ്ററൊക്കെ ഇടയിൽ വന്നിട്ട് സൈൻ ഇടാൻ പറയുക, പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കുന്ന അതൊക്കെ ഇടയിൽ വരും. അപ്പോൾ ആ ടൈമൊക്കെ നമ്മൾ മൈൻഡ് ഔട്ടായി പോകും. അപ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ അത് മൈൻഡ് ചെയ്യരുത്, എക്സാം ക്വസ്റ്റ്യനിൽ തന്നെ ഫോക്കസ് വേണം എന്നുള്ള സംഭവത്തിൽ തന്നെ നിന്നു. പിന്നെ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഫുൾ ഫോക്കസ് കൊടുത്തിട്ട് ഒരു മിനിറ്റാണല്ലോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ആ 1 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു. പിന്നെ കാൽക്കുലേഷൻ സ്കില്ലൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കാനുണ്ടായിരുന്നു. പിന്നെ മാക്സിമം ഫിസിക്സൊക്കെ ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു.